Once again, welcome back to KC's Classes. KC's Classes in മറ്റൊരു എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനഗർ ഓപ്പൺ യൂണിവേഴ്സിറ്റി എം.കോം ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസിൽ നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ബിസിനസ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവർണൻസ് ആണ്. ഈ ഒരു പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോകാൻ പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ശ്രീനഗർ ഓപ്പൺ യൂണിവേഴ്സിറ്റി എം.കോം എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. പിടിച്ചോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം. നിർബന്ധമായും നോക്കണം, പല തിയറീസ് ഉണ്ട്, തിയറീസ് അല്ലാതെ നോക്കാം. അതിൽ നമ്മൾ ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്ന ഒന്നാണ് കാൻസിൻ്റെ കേട്ടോ. സോ കാൻസ് ഡിയോളജിക്കൽ നിർബന്ധമായും നോക്കുക, കാൻസിൻ്റെ തിയറി കേട്ടോ. ബാക്കി തിയറിയും നോക്കാം, നമ്മൾ ഇപ്രാവശ്യം ഇത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. മൂവിങ് ടു നെക്സ്റ്റ് വൺ, ഇമ്പോർട്ടൻസ് ആൻഡ് നീഡ്സ് ഫോർ ബിസിനസ് എത്തിക്സ്. നമുക്ക് 10 ചോദ്യങ്ങളാണ് വരുന്നത്, അതിൽ 6 ആൻസർ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നതാണ് ട്രസ്റ്റിഷിപ്പ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുക, പ്രിൻസിപ്പിൾസ് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ പറയുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ലഭിക്കും കേട്ടോ. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേജസ് ഇൻ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോഡ് ഓഫ് എത്തിക്സിനെ പറ്റിയിട്ട് എന്തായാലും ഒരു ചോദ്യം പ്രതീക്ഷിക്കുന്നു. കോഡ് ഓഫ് എത്തിക്സ് എന്താണ്, അതിൻ്റെ കണ്ടൻസ് ഉണ്ട്, നോക്കി വയ്ക്കുക. കണ്ടൻസ് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. കണ്ടൻസ് അതല്ലെങ്കിൽ സെപ്പറേറ്റ് എടുത്ത് ചോദിക്കുന്നത് 4 ഐഡിയൽസ് ടു ബി ഇൻകോർപ്പറേറ്റഡ് ഇൻ എൻ ഓർഗനൈസേഷൻസ് കോഡ് ഓഫ് എത്തിക്സ് ആണ്. ഞാൻ ജസ്റ്റ് ഈ പറയുന്ന 4 ഐഡിയൽസ് ആൻഡ് വാല്യൂസിന് എഴുതുന്നുള്ളൂ കേട്ടോ. 4 ഐഡിയൽസിന് എഴുതണുള്ളൂ ഞാൻ, ടു ബി ഇൻകോർപ്പറേറ്റഡ് കോഡ് ഓഫ് ഇൻ ബിസിനസ് എത്തിക്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നതാണ് പല ലോ ഡീറ്റെയിൽസ് ഉണ്ട്, ആക്റ്റുകൾ. അതിൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ഉണ്ട്, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഉണ്ട്. 4 ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടോ 1872 ഉണ്ട്, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 19, ഞാൻ 1-2 എക്സാമ്പിൾ വെച്ചു എന്ന് മാത്രം കേട്ടോ, 86 ഉണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് കോർപ്പറേറ്റ് ഗവേണൻസിനെ പറ്റിയിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് പ്രതീക്ഷിക്കുന്നു. ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്, അതുപോലെ തന്നെ അതിൻ്റെ 4 പില്ലേഴ്സ് ഉണ്ട്, നോക്കി വെച്ചോളൂ. 4 പില്ലേഴ്സ്, ദെൻ ഒബ്ജക്റ്റീവ്സ്, ഇതിലേതെങ്കിലും ഒരെണ്ണം കേട്ടോ, സ്കിപ്പ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ കോൺസിക്വൻസസ് ഓഫ് വീക്ക് കോർപ്പറേറ്റ് ഗവേണൻസ്, അതും കൂടി നോക്കണം. കോൺസിക്വൻസസ് ഓഫ് വീക്ക് കോർപ്പറേറ്റ് ഗവേണൻസ്, അതും നോക്കി വെച്ചോളൂ കേട്ടോ. ഗവേണൻസ്, ഓക്കെ. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസിന് എപ്പോഴും ചോദ്യങ്ങൾ വരുന്നതാണ്, ഒരെണ്ണം 5 മാർക്കിൻ്റെ. നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നതാണ് വിസിൽ ബ്ലോയിങ്, ചിലപ്പോൾ 2 മാർക്കിനും വരാറുണ്ട്. വിസിൽ ബ്ലോയിങ് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ അതിൻ്റെ കോസ്. വിസിൽ ബ്ലോയിങ് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ കോസസ് നോക്കി വയ്ക്കുക. ഇനി നെക്സ്റ്റ് CSRനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് സ്ട്രാറ്റജീസ്
strategies in the adoption of CSR. In the adoption of CSR നോക്കി വെച്ചോളൂ. പിന്നെ ഫീച്ചേഴ്സ് ഉണ്ട് കോർപ്പറേറ്റ് സോഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ, അത് നോക്കിക്കോളൂ കേട്ടോ. എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോളേജ് മാനേജ്മെന്റ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. നോളേജ് മാനേജ്മെന്റ് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കി വയ്ക്കുക. കോർപ്പറേറ്റ് സോഷ്യൽ റിപ്പോർട്ടിങ് SCQ എന്നുണ്ടായിരുന്നതാണ് കേട്ടോ പ്രാവശ്യം. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് നോളേജ് വർക്കേഴ്സ്, അതിൻ്റെ കൂടെ ഇമ്പോർട്ടൻസ് ഓഫ് നോളേജ് വർക്കേഴ്സ്. പിന്നെ കോർപ്പറേറ്റ് ഇമേജിനെ പറ്റിയിട്ട് അത് SCക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് ഇമേജ്. ഇതൊക്കെ തന്നെയാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഒരു 2 സജഷൻ കൂടി നൽകുകയാണെങ്കിൽ കോർപ്പറേറ്റ് എക്സലൻസിനെ പറ്റിയിട്ടുള്ള ചോദ്യം പ്രതീക്ഷിക്കുന്നു. ലാസ്റ്റ് സ്റ്റെപ്സ് ഫോർ അച്ചീവിങ് excellence in the corporate workplace. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന 5 മാർക്സ് ചോദ്യങ്ങൾ. ലാസ്റ്റ് ഒരെണ്ണം കൂടിയും പറയുകയാണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ പറ്റിയുള്ളൊരു ചോദ്യം കൂടിയും വരാറുണ്ട്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കീ റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ 10 ചോദ്യങ്ങളാണ് വരുന്നത്. ഞാൻ 15 എണ്ണത്തിൻ്റെ സജഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ 10 എണ്ണം കിട്ടും കേട്ടോ. അപ്പോൾ തിയറീസിൽ ഏതെങ്കിലും ഒരെണ്ണം വരാറുള്ളതാണ്. അതിൽ ആദ്യത്തെ തിയറിയാണ് ഞാനിവിടെ പറയുന്നത്, പ്രതീക്ഷിക്കുന്നത് അതാണ്. പിന്നെ ഇമ്പോർട്ടൻസ് ആൻഡ് നീഡ്സ് ഫോർ ബിസിനസ് എത്തിക്സ്. ട്രസ്റ്റിഷിപ്പ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് പ്രിൻസിപ്പിൾസ് നോക്കുക. സ്റ്റേജസ് ഇൻ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ്. കോഡ് ഓഫ് എത്തിക്സ് എന്താണ്, അതിൻ്റെ കണ്ടൻസ്, ഐഡിയൽസ്. പിന്നെ ആക്ടില് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടോ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടോ പ്രതീക്ഷിക്കുന്നു. കോർപ്പറേറ്റ് ഗവർണൻസ് എന്താണ്, അതിന് ഇമ്പോർട്ടൻസ്, ഒബ്ജക്റ്റീവ്സ്. അതുപോലെ തന്നെ കോൺസിക്വൻസസ് ഓഫ് വീക്ക് കോർപ്പറേറ്റ് ഗവർണൻസ് നോക്കുക. വിസിൽ ബ്ലോയിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, കോഴ്സസ്. സ്ട്രാറ്റജീസ് ഇൻ ദ അഡോപ്ഷൻ ഓഫ് CSR പ്രതീക്ഷിക്കുന്നു. കോർപ്പറേറ്റ് സോഷ്യൽ റിപ്പോർട്ടിംഗ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്. നോളേജ് മാനേജ്മെന്റ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. നോളേജ് വർക്കേഴ്സിന്റെ ഇമ്പോർട്ടൻസ്. കോർപ്പറേറ്റ് ഇമേജിന്റെ ഇമ്പോർട്ടൻസ്. പിന്നെ സ്റ്റെപ്സ് ഫോർ അച്ചീവിങ് എക്സലൻസ് ഇൻ ദ കോർപ്പറേറ്റ് വർക്ക് പ്ലേസ്. പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് പാർട്ട് B. അപ്പം ഇനി നമുക്ക് ലൈവ് സെഷനിൽ കാണാം. നല്ല രീതിയിൽ എല്ലാവരും പഠിക്കുക. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.